ദൈവമക്കളെ വഴിതെറ്റിക്കുക എന്നുള്ളത് സാത്താന്റെ എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഞാൻ സാത്താനാണ്, ദൂതന്മാരെ പോലും തെറ്റിച്ചു കളഞ്ഞവനാണ്, നിന്നെയും തെറ്റിച്ചു കളയാൻ ഞാൻ വന്നിരിക്കുകയാണ്, ഞാൻ ദൈവത്തിന്റെ ശത്രുവാണ്, എൻ്റെ ലക്ഷ്യം നിന്നെ നിത്യനരകത്തിൽ എൻ്റെ കൂടെ കൊണ്ടിട്ട് മുടിക്കുക എന്നാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും അയ്യോ സാത്താൻ സാർ വന്നാട്ടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കസേരയൊക്കെ റെഡിയാക്കി ഒരു ചായയൊക്കെ കൊണ്ട് കൊടുക്കുമോ? ഇല്ല. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യും? വെളിച്ച ദൂതന്റെ വേഷം ധരിക്കും. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കും. അപ്പൊ ഈ കണ്ടു കഴിഞ്ഞു അയ്യോ പരിശുദ്ധാത്മാവാണ്, പിതാവാണ്, പുത്രനാണ്, അയ്യോ ദൂതനാണ്, മാലാഖയാണ്, അയ്യോ ഇത് ഗബ്രിയേൽ അല്ലയോ ഈ വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. ഇനിയും മറ്റൊരുത്തം വരുന്നുണ്ട്, അവൻ എപ്പോഴും വേറൊരു പേരിലേ വരത്തുള്ളൂ, അവൻ സ്വന്തം നാമത്തിൽ വരത്തില്ല. കാര്യം സ്വന്തം നാമം എന്ന് പറഞ്ഞാൽ സാത്താന. ആ നാമത്തിൽ അവൻ ഒരിക്കലും പ്രത്യക്ഷപ്പെടത്തില്ല. ആ നാമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം അതിൻ്റെ അവസാനമാകുമ്പോഴും പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം ലാസ്റ്റ് ആകുമ്പം അവൻ്റെ റിയൽ തനി രൂപത്തിൽ വിശ്വരൂപത്തിൽ സാത്താനായിട്ട് അവനെ കാണാം. അപ്പൊ ഈ കാലത്ത് ദൈവമക്കളെ വഴിതെറ്റിക്കുക. അപ്പൊ അതിനെന്താ ചെയ്യുക? നിങ്ങളുടെ ചേർച്ചിനേക്കാൾ ദൈവഭയവും ഭക്തിയും വിശുദ്ധിയും ആരാധനയും സുവിശേഷവും എന്ന് വേണ്ട സകലതുള്ള ഞങ്ങളാണ് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ വേഷം കെട്ടിൽ ധാരാളം സഭകൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ, ഞാനിവയെ സഭയെന്ന് പറയത്തില്ല, സഭകൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ദൈവമക്കൾ വളരെ ബോധമുള്ളവരായിരിക്കണം. അപ്പം ദൈവമക്കളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ വഴിതെറ്റിച്ച് സാത്താന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിടുന്ന 5 പ്രധാന പ്രസ്ഥാനങ്ങളെപ്പറ്റി, ഒരു ദൈവസഭ എന്നാണ് അവരെ തന്നെ പരിചയപ്പെടുന്നത്. അവർ ദൈവസഭയല്ല, അവർ പിശാചിന്റെ പള്ളിക്കാരാണ്, സാത്താന്റെ സഭയാണ്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിർമ്മല ഉപദേശത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവിൽ നിന്നും താൻ സ്ഥാപിച്ച ദൈവസഭയിൽ നിന്നും നമ്മളെ വഴിതെറ്റിച്ച് മറ്റൊന്നിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നുണ്ട്, നമുക്ക് വരെ തിരിച്ചറിയത്തില്ല. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് സതുപദേശമാണ്, നല്ല ഉപദേശമാണെന്ന്. പക്ഷെ കുറച്ച് അങ്ങോട്ട് ചെന്ന് when you gone too much into it, എലിപ്പത്തായത്ത് കയറുമ്പോഴാണ് കയറി 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 തിന്ന് ഇവൻ അങ്ങ് ചെന്നു, പുറത്തോടുള്ള ഡോറിന് ലോക്കായി, ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ കുരുക്കാണ് ഈ മാതിരി പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിൽ ഏറ്റവും ദോഷകരമായ 5 എണ്ണത്തെ പറ്റി ഞാൻ ഒറ്റ വീഡിയോ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് ദേഷ്യം വരത്തില്ല, കുറേ നേരം കേൾക്കുന്നുണ്ടേ. അതുകൊണ്ട് 5 ആയിട്ട് ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്, ഇഫ് ടൈം അലൗസ് മീ. അപ്പൊ നമുക്ക് അതിൽ ഒന്നാമത്തെ മോർമലിലേക്ക് ഞാനൊന്ന് കടക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. History, authenticity has always been imitated. ചരിത്ര മുഴുവൻ നമ്മൾ പഠിച്ചാൽ ഒത്തന്റിസിറ്റി, ആധികാരികത എന്ന് പറയുന്നതിനെ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇനി വിശ്വാസത്തിന്റെ മേഖല വന്നാലോ ഇതിൽ യാതൊരു എക്സംഷനും ഇല്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലിമിറ്റേഷൻ, ഡ്യൂപ്ലിക്കേറ്റ്, കൗണ്ടർഫീറ്റ് ഉള്ളത് വിശ്വാസത്തിന്റെ മേഖലയിലാണെന്നാണ്. വിശ്വാസം എന്ന ഫീൽഡിലാണ് ഏറ്റവും അധികം കൗണ്ടർഫീറ്റ് കക്ഷികൾ കിടന്ന് കളിക്കുന്നത് എനിക്ക് തോന്നാറുള്ളത്. ഓക്കെ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് അവകാശം പറയുന്ന ധാരാളം മതങ്ങളുണ്ട്. അവർ വിശുദ്ധ വേദപുസ്തകം ഉപയോഗിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമം എടുത്തു വരുന്നു, രക്ഷ പ്രഖ്യാപിക്കുന്നു. അവര് മീഡിയയിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, നമ്മുടെ സമൂഹങ്ങളിൽ അവർ ചിതറിക്കിടക്കുകയാണ്. ഇനിയും അവർ നിങ്ങളുടെ വാതുക്കൽ വന്നും നല്ല മാലാഖമാരെ പോലാണ് സുന്ദരക്കുട്ടന്മാരും സുന്ദരികളും മുട്ടി വിളിക്കുന്നത്. പക്ഷെ ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സുവിശേഷം യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണോ എന്നുള്ളതാണ്.
Bible? വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവാണോ അവർ നമ്മളെ കാണിച്ചു തരുന്ന യേശു? We live in confusing times where many voices claim to ഇന്ന് possess. വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരുപാട് വോയിസസ്, ഒരുപാട് ശബ്ദങ്ങൾ വരിക, ഇതിൽ ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുമില്ല. That's the truth. But if all these religions claim to follow Christ, why do they teach such different doctrines? എന്നാൽ ഇവരെല്ലാം യേശുവിനെയാണ് പിൻഗമിക്കുന്നിരിക്കട്ടെ, എന്തുകൊണ്ട് അവർ വ്യത്യസ്തമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു? How can it be that under the same name of Jesus, contradictory messages are spread? യേശു ക്രിസ്തു എന്ന ഏകനാമത്തിന്റെ കീഴിൽ പരസ്പര വിരുദ്ധമായ മെസ്സേജുകൾ, സന്ദേശങ്ങൾ എങ്ങനെ വ്യാപിക്കുവാൻ കഴിയുന്നു? In this video, we'll look at 5 religious movements that present themselves as Christian, ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ വരുന്നതായ 5 റിലിജിയൻസിനെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. but have altered the original gospel message. We'll explore his teachings, where they deviate from scripture, and how they have impacted the faith of millions. വാസ്തവത്തിൽ ഇവരെങ്ങനെയാണ് തുടങ്ങിയത്? അവര് സ്ക്രിപ്ചർ, തിരുവെഴുത്തുകൾ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത്, ദശലക്ഷക്കണക്കിന് ആളുകളെ അവരെങ്ങനെ സ്വാധീനിച്ചു എന്ന കാര്യമാണ് നാം അറിയേണ്ടത്. Before continuing, tell us in the comments, do you know of any religion that appears to be Christian but teaches doctrines contrary to the Bible? Leave us your... ഇനി ഞാൻ മുൻപോട്ട് പോകുന്നതിന് മുമ്പേ, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരികയും വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നതിന് വിരുദ്ധമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തെ നിങ്ങൾക്കറിയാമോ? ഇനിയല്ല, വ്യക്തികളെ നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിൽ പറയുന്നതിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നു? ഇപ്പം പ്രസ്ഥാനങ്ങൾ തന്നെ വേണം, നിർബന്ധമില്ല. ഇഷ്ടംപോലെ വ്യക്തികൾ ഇറങ്ങിയിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പം കൺവെൻഷൻ സീസൺ ആയതുകൊണ്ട് ഇവരൊന്നും പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് വിശുദ്ധ വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ നിങ്ങൾ കേട്ടതാണ്, ഈ കഴിഞ്ഞിടയ്ക്കാണ് ഒരു മാന്യൻ നിന്ന് വിളിച്ചു പറഞ്ഞത്, യേശു ക്രിസ്തു അമ്മയുടെ മുല കുടിച്ചിട്ടില്ല, എൻ്റെ യേശുവിന് അമ്മയുടെ മുലപ്പാൽ കുടിച്ചാൽ പിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഏത് വേദപുസ്തകത്തിൽ ഈ പുള്ളി വിളിച്ചു പറഞ്ഞത്? ഏത് വേദപുസ്തകത്തിന്? ഇതുപോലെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായി വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ നമുക്ക് പിന്നെ സഹിക്കാം. വ്യക്തികൾ, അതോ ഏറ്റവും നല്ല പ്രസ്ഥാനങ്ങളുടെ പാസ്റ്റർമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇമാതിരി വൃത്തിയോട് പിടിച്ചു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ കമന്റ് ബോക്സിൽ താഴെ വന്നിട്ട് അവരുടെ പേരുകളും പ്രസ്ഥാനത്തിന്റെ പേരുകളും എഴുതിയിടും. എന്തിനെന്നറിയാമോ? മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കും. ഞാനിപ്പോൾ അവരെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വായിച്ചത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. Opinion. Let's get started. Many people think that it doesn't matter who talks to them about God, that what really matters is that they talk about him. നോക്കി, ഒരുപാട് പേരും പറയും, ആര് പ്രസംഗിച്ചാലും ദൈവത്തെ പറ്റിയില്ല പറയുന്നത്. ഇപ്പൊ ആര് പ്രസംഗിച്ചാലും ദൈവത്തെ പറ്റിയില്ല പറയുന്നത്. ഇനിയിപ്പോ എന്താ കുഴപ്പം? എന്താ? പക്ഷെ പ്രോബ്ലം ഏത് ദൈവത്തെ പറ്റി അവർ പറയുന്നു എന്നുള്ളതാണ്. Let's imagine for a moment that a person is seriously ill. Instead of നമുക്ക് നോക്കാം, ഒരാൾ രോഗിയായി കിടക്കുകയാണ്. അയാൾക്ക് അയാളുടെ രോഗത്തിന് സൗഖ്യമാകുന്ന, അയാളുടെ ശരീരത്തിൽ കമ്പാറ്റബിളായ മെഡിസിനാണ് അയാൾക്ക് വേണ്ടത്. അതിന് പകരം എന്തെങ്കിലും ആയാലും മെഡിസിൻ ഇല്ലയോ, ഏതായാലും മരുന്നില്ലയോ എന്ന് പറഞ്ഞാലോ, we decide to give them just any medication, thinking that after all it's medicine. ഒന്നിക്കേ ശരിയായ മരുന്ന് കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും മരുന്ന് കൊടുക്കുക, ഏതായാലും മരുന്നല്ലയോ എന്ന് പറഞ്ഞ് കൊടുത്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. That be dangerous neglect. Instead of healing, might it cause even greater harm? നോക്കിയേ, അത് സൗഖ്യമാകുന്നതിന് പകരം ഏറെ അപകടമല്ലേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ അത് അപകടകരമായൊരു നെഗ്ലക്റ്റ് ആണ്, ഒരു അവഗണനയാണ്. ഏതായാലും മരുന്നല്ലയോ, ഏതായാലും ദൈവത്തെ പറ്റിയല്ല പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു അവഗണനയാണ്. ഇതാണ് സുവിശേഷത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഓരോ വ്യക്തിയും സുവിശേഷം കേട്ടേ പറ്റത്തുള്ളൂ. കാരണം തന്നെ രക്ഷിക്കുന്നതിന് ആവശ്യമായ യേശു ക്രിസ്തുവിന്റെ സത്യവചനം
ജനം കേൾക്കേണ്ടത് അനിവാര്യമാണ്. Message that mentions Jesus is the genuine gospel. There are those who preach in his name, but in reality they lead people astray with false ഒരുപാട് പേര് ക്രിസ്തുവിന്റെ പേരിൽ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ അവർ ജനത്തെ വഴികേടിലേക്ക് നയിക്കുന്ന ആളുകളാണ്. doctrines, moving them away from salvation instead of bringing them closer. ക്രിസ്തുവിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നതിന് പകരം രക്ഷയിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്നവരാണ് ഈ മാലാഖമാരായി പ്രത്യക്ഷപ്പെടുന്ന ആളുകളൊക്കെ. This is an undeniable reality. Some deceive in the name of God. ഇത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ്. കാരണം ഒരുപാട് പേരും ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ വഞ്ചിക്കുകയാണ്. And the danger is not only that they fail, but that many, by blindly trusting others, end up trapped in a gospel that is not Christ's. ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം പരാജയമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനേകരും അപകടകരമായി വഴിതെറ്റിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിലെ അപകടം. In the letter of the Apostle Paul to the Galatians chapter 1 verse 8 says, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നത്, but even if we or an angel from heaven should preach a gospel contrary to the one we preach to you, let him be under God's curse. ഓക്കെ, ഞങ്ങൾ നിങ്ങളോട് കേൾപ്പിച്ചതിന് വിരോധമായി, നിങ്ങൾ കൈക്കൊണ്ടതിന് വിരോധമായി, ഞങ്ങളാകട്ടെ സ്വർഗത്തിന്റെ ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. Paul gives a stern warning in his letter to the Galatians, condemning even himself if he were to preach the gospel and then change his message. പൗലോസ് തന്നെ പറയാണ്, തന്നെ കൊണ്ട് ഉൾപ്പെടുത്തി പറയാ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി ഞാൻ തന്നെ പ്രസംഗിച്ചാൽ ഞാൻ തന്നെ ശപിക്കപ്പെട്ടവനാണ് എന്ന്. He declares that if he or even an angel from heaven were to announce a gospel different from that which had already been preached, let him be anathema. താന് പ്രസംഗിച്ചതിന് അല്ലെങ്കിൽ ഇതുവരെ പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തിന് വിരോധമായിട്ട് ദൂതൻ പ്രസംഗിച്ച പോലും അവൻ ശപിക്കപ്പെട്ടവനാണ്. Anathema comes from the Greek anathema and has a profound and severe meaning. പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അനാത്മ എന്ന ഗ്രീക്ക് വേർഡാണ്. വളരെ ആഴമേറിയ അർത്ഥതലങ്ങളുള്ള ഒരു പദപ്രയോഗമാണത്. It is used to refer to something or someone who has been cursed, set apart for destruction, or condemned by God. അതിന്റെ അർത്ഥം ശപിക്കപ്പെട്ടവൻ, നാശത്തിനു വേണ്ടി മാറ്റിവെച്ചവൻ, ദൈവം ശിക്ഷ വിധിച്ച് തള്ളിക്കളഞ്ഞവൻ എന്നാണ് അനാത്മ എന്ന വേർഡിന്റെ അർത്ഥം. This expression emphasizes the seriousness of altering the gospel of Christ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാറ്റി പറഞ്ഞാൽ, വേദപുസ്തകം വളച്ചൊടിച്ച് പ്രസംഗിച്ചാൽ അതിന്റെ ഗൗരവം എത്ര വലുതാണെന്നാണ് ഇതിൽ കൂടെ വിശുദ്ധ പൗലോസ് ഉദ്ദേശിക്കുന്നത്. The divine judgment that falls on those who lead others away from the truth. സത്യത്തിൽ നിന്ന് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവര് ആരായാലും ശരി, ദൈവ ന്യായവിധി അവരുടെ മേലുണ്ട്. Many of these religions take Christian elements but combine them with human teachings or ഒരുപാട് ഈ മതങ്ങളൊക്കെ പലരും ഈ ക്രിസ്ത്യൻ എലമെന്റ് എടുത്തിട്ട്, കേട്ടോ, ക്രിസ്ത്യൻ എലമെന്റ് എടുത്തിട്ട് എന്തറിയാമോ, അത് അവരുടെ മാനുഷിക പഠിപ്പീരുമായിട്ട് അതിനെ ഇടകലർത്തുന്നു. divine judgment that falls on those who lead others away from the truth. Many of these religions take Christian elements but combine them with human teachings or extra biblical revelations. This makes them appear Christian to the world. പക്ഷേ ഇവരുടെ വലിയ വലിയ ആശയങ്ങൾ കേൾക്കുമ്പം ഒരു ഭയങ്കര ക്രിസ്ത്യാനികളാണ്, ദൈവത്തിൽ നിന്ന് നേരിട്ട് വെളിപ്പാട് മേടിച്ചവരാണ് എന്നൊക്കെ പാവം മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോകും. On closer examination, we discover that they do not follow the biblical Christ. എന്നാൽ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അവർ യേശു ക്രിസ്തുവിനെ അല്ല പിൻഗമിക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. Let's look at 7 of these religions and why they deviate from the truth. ഇതില് ഒരു 7 എണ്ണം നമുക്ക് നോക്കണം, പക്ഷെ ഇപ്പോൾ 5 ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Number 1, Mormonism or the Church of Jesus Christ of Latter-day Saints. ഒന്നാമത്തത് മോർമനിസം അല്ലെങ്കിൽ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ്. എന്തു ഇടിവെട്ട് പേരാണ്. Many religions in the world that present themselves as Christian,
They use the Bible and meant കേട്ടോ, എന്തുവാണ് എന്തൊരു ഗംഭീര പരിപാടി അവർ കാണിക്കുന്നത്, എന്തൊരു ഇടിവെട്ട് പരിപാടിയാണ് അവർ കാണിക്കുന്നത്, ആലോചിച്ച് നോക്കി. its doctrines contradict biblical teaching in fundamental aspects. ഇനിയും എന്തുകൊണ്ടാണ് മോർമൻസ് തെറ്റാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഫണ്ടമെന്റലി വേദപുസ്തകത്തിന്റെ ടീച്ചിങ്സിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു അവര്. Was founded in 1830 by Joseph Smith. ജോസഫ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ 1830 കണ്ടുപിടിച്ച ഒരു മതമാണ് മോർമനിസം. Young man from New York who claimed to have received divine revelations. ഈ ന്യൂയോർക്കുകാരൻ നേരിട്ട് ദൈവത്തിൽ നിന്ന് റെവലേഷൻസ്, വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. According to him, in 1820, he had a vision in which God the Father and Jesus Christ told him that all Christian churches were false. അയാൾ പറയുന്നതനുസരിച്ച് 1820 പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവും തനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ രണ്ടുപേരും തന്നോട് വന്നു, അന്ന് വരെ ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ ക്രിസ്തീയ സഭകളും തെറ്റാണെന്ന്. ഇനി അതുകൊണ്ട് ശരിയായ സഭയെ തിരിച്ചു കൊണ്ടുവരണം. അത് ജോസഫ് സ്മിത്തിന്റെ ഉത്തരവാദിത്വമാണ്. In 1823, Joseph Smith claimed that an angel named Moroni appeared to him. ഇനി 1823 മൊറോണി എന്ന് പറഞ്ഞ ഒരു മാലാഖ തനിക്ക് പ്രത്യക്ഷനായി എന്നാണ് ജോസഫ് സ്മിത്തിന്റെ അവകാശവാദം. And revealed the location of some supposed gold plates. ചില ഗോൾഡ് പ്ലേറ്റ്സ് ഇരിക്കുന്ന ഒരു സ്ഥലം തനിക്ക് കാണിച്ചു കൊടുത്തെന്ന്. In a hill in New York. ന്യൂയോർക്കിലെ ഒരു മലയിൽ. According to Smith, these plates contain the history of an ancient people who had lived in America and who അതനുസരിച്ച് ഈ ഗോൾഡൻ പ്ലേറ്റ്സിൽ അതിപുരാതന കാലത്ത്, നമ്മുടെ ആധുനിക അമേരിക്ക ഉണ്ടാകുന്നതിന് മുമ്പ്, അതിപുരാതന കാലത്ത് യേശുക്രിസ്തുവിന്റെ കാലത്തും അതിനു മുമ്പും അമേരിക്കയിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. കർത്താവ് നേരിട്ട് ഇന്ന് ക്രിസ്ത്യാനികളാക്കിയാണ് അവരെ. അവരെ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു. അപ്പൊ 1830 ബുക്ക് ഓഫ് മോർമൻ എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. C.S. ടോംസ് എന്ന് പറഞ്ഞ ആളിന്റെ സഹായത്തോടുകൂടി വളരെ മിറാക്കുലസ് ആയി, അത്ഭുതകരമായിട്ട് ഭാഷാന്തരം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണെന്ന് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് മോർമനിസത്തിന്റെ ഡോക്ട്രിന്റെ ബേസിസ് എന്ന് പറയുന്നത്. വേദപുസ്തകത്തെ കൂടെ അതിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. Though Mormons consider the Book of Mormon to have greater authority when there are contradictions with Scripture. വിശുദ്ധ വേദപുസ്തകമായിട്ട് അവർ കോൺട്രഡിക്റ്റ് ചെയ്യുന്നിടത്തൊക്കെ ബുക്ക് ഓഫ് മോർമന്റെ അതോറിറ്റി, ആധികാരികത വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധികാരികതകൾ വലുതാണ് എന്നാണ് അവർ പറയുന്നത്. Since then, Mormonism has grown to become one of the most influential religions. അതുമുതൽ മോർമനിസം എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ള മതങ്ങളിൽ ഒന്നായിട്ട് വളർന്നു വന്നു. ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവർക്ക് പിൻഗാമികളായിട്ട്, അല്ലെ ഇവരുടെ അംഗങ്ങളായിട്ടുള്ളത്. അവര് ബൈബിളിലെ പദപ്രയോഗങ്ങളും യേശു ക്രിസ്തുവിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ശരി. കണ്ടില്ലേ ഈ വെളിച്ചദൂതന്റെ വേഷം നല്ല മാലാഖ നിൽക്കുന്ന വിശുദ്ധന്മാർ നിങ്ങൾ നോക്കിക്കേ. എന്നാൽ വേദപുസ്തക സുവിശേഷത്തിൽ നിന്ന് അടിസ്ഥാനപരമായിട്ടും വ്യത്യസ്തമാണ് അവർ പ്രസംഗിക്കുന്നതായ സുവിശേഷം എന്ന് പറയുന്നത്. അവരുടെ തെറ്റായ പഠിപ്പീരുകളിൽ ഒന്ന്, ദൈവം ഒരിക്കൽ ഒരു കാലത്ത് മനുഷ്യനായിരുന്നു. ആ മനുഷ്യനായ ദൈവം വികസിച്ച് അവസാനം അങ്ങ് ദൈവമായി. ഒരു കാലത്ത് വേറൊരു ഗ്രഹത്തിൽ ദൈവം മനുഷ്യനായിട്ട് ജീവിക്കുകയായിരുന്നു. എന്നിട്ട് നോക്കി, അനുസരണത്തിൽ കൂടെ, സ്പിരിച്വൽ പ്രോഗ്രസിൽ കൂടെ ഈ ഒരു പ്ലാനറ്റ് ജീവിച്ചിരുന്ന മനുഷ്യൻ ദൈവമായി മാറി.
teaching comes from the founder of Mormonism, Joseph Smith, who ഇതാണ് ജോസഫ് സ്മിത്തിന്റെ പഠിപ്പീരിലെ ഒന്നാമത്തെ വഴികൾ എന്ന് പറയുന്നത്. declared God himself was once as we are now and is an exalted man. എന്താണെന്നറിയാമോ? ദൈവം തന്നെ ഒരിക്കൽ നമ്മളെ പോലെ ആയിരുന്നു. നമ്മളെക്കാൾ വളരെ വളരെ ഉയർച്ച പ്രാപിച്ച, ഔന്നിത്യം പ്രാപിച്ച ഒരു മനുഷ്യനായി ആയിരുന്നു ദൈവം ഒരിക്കൽ എന്നത്. Joseph Smith, Teachings of the Prophet Joseph Smith, page 345. Teachings of Joseph Smith, page 385 എന്ന പുസ്തകത്തിൽ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. Although some have attempted to refute this teaching, arguing that it is not canonized or that ചിലര് ഇതിനെതിരെ പറഞ്ഞു, ഇത് വേദപുസ്തകത്തിന്റെ കാനോനിക്കൽ വേയിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും it was not clearly expressed. The truth is that it അത് ക്ലിയർലി എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല. സത്യം എന്ന് പറയുന്നത് is recorded in the writings of Joseph Smith and has been taught within Mormonism. ജോസഫ് സ്മിത്തിന്റെ എഴുത്തുകളിൽ തന്റെ ഈ തെറ്റായ ഉപദേശം എഴുതി വെക്കുകയും അവരത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. Now God is eternal and unchanging. He was never a man, nor did he evolve to become God. ദൈവം നിത്യനായ ദൈവമാണ്. ആ ദൈവം ഒരിക്കൽ മനുഷ്യനായിരുന്നിട്ട് പിന്നെ ദൈവമായി പരിണമിച്ചുണ്ടായ ഒരു പരിണാമത്തിന്റെ ഉൽപ്പന്നമല്ല സ്വർഗസ്ഥനായ നിത്യനായ ദൈവം എന്ന് പറയുന്നത്. In Malachi chapter 3 verse 6 we read, മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: For I, the Lord, change not. ഞാൻ ദൈവമായ യഹോവയായ ദൈവമാണ്. ഈ ഗതിഭേദത്താലുള്ള ആച്ഛാദനം എന്ന് പറയുന്ന മാറ്റങ്ങൾക്ക് വിധേയനായ ദൈവമല്ല ഞാൻ. Therefore, O ye sons of Jacob, ye are not consumed. നോക്കിയേ, നിങ്ങൾ when you were not consumed, നിങ്ങൾ ഉളവാകുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഞാനുണ്ട്. Psalm 90 verse 2 also says, ഇനിയും 9-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: For you formed the earth and the world, from everlasting to everlasting, you are. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിനു മുമ്പ് അങ്ങ് അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. God. God has always been God. He has no beginning or end. ദൈവം എന്നും ദൈവമാണ്. അതുകൊണ്ട് ആദിയും അന്തവും എന്നുള്ള ടെർമിനോളജീസ് ദൈവത്തിന് ബാധകമല്ല. God Mormons refer to is not the God of the Bible, but it is അതുകൊണ്ട് മോർമൻസ് പറയുന്ന ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലെ നിത്യനായ ദൈവമല്ല, distinct deity outside of biblical revelation. മറിച്ച് വേദപുസ്തക വെളിപ്പാടിന് പുറത്ത് അവരൊരു ഡീയിറ്റിയെ എന്ന് പറഞ്ഞാൽ അവരൊരു രൂപത്തെ, കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല് അവരൊരു മൂർത്തിയെ കണ്ടെത്തി. വേദപുസ്തകത്തിന് പുറത്ത് അവർ കണ്ടെത്തിയ ഒരു മൂർത്തിയാണ് അവരുടെ ദൈവം, വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം അല്ല. Doctrines. In second place, Jesus and Satan are spirit brothers. ഇനിയും അവർ രണ്ടാമത് പറയുന്നത് ഒരു ഉപദേശം, യേശു ക്രിസ്തുവും സാത്താനും രണ്ടുപേരും സഹോദരങ്ങളാണ്, രണ്ടുപേരും രണ്ട് ആത്മാക്കളാണ്. ചേട്ടനും അനിയനുമാ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇരട്ടപ്പറ്റതായിരിക്കും, രണ്ട് സഹോദരങ്ങളാണ്. Mormonism teaches that Jesus and Lucifer, Satan, are spirit brothers. ഇനിയും യേശു ക്രിസ്തുവും ലൂസിഫറും സാത്താനും സ്പിരിറ്റ് ബ്രദേഴ്സ്. രണ്ടുപേരും, ഒന്ന് സ്പിരിറ്റ് ആണ്, രണ്ട് ബ്രദേഴ്സ് ആണ്. ഇതാണ് മോർമനിസത്തിന്റെ രണ്ടാമത്തെ വഷളത്തരമായ ഉപദേശം. Both created by God the Father in the pre-mortal world. ഇനിയും ഇവർ രണ്ടുപേരെയും പ്രീ മോർട്ടൽ വേൾഡിൽ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള വേറൊരു ലോകത്ത് പിതാവായ ദൈവം ഇവർ രണ്ടുപേരെ സൃഷ്ടിച്ചതാണ്. According to this doctrine, God the Father fathered all spirits, ഇതിനനുസരിച്ച് പിതാവായ ദൈവമാണ് എല്ലാ ആത്മാക്കൾക്കും ജന്മം നൽകിയത്. Jesus and Lucifer, making them spirit children. അപ്പം തന്റെ ആത്മീയ സന്തതികളാണ്, പിതാവായ ദൈവത്തിന്റെ ആത്മീയ സന്തതികളാണ് ആര്? ലൂസിഫറും സാത്താനും യേശുക്രിസ്തു ദൈവവും, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും. In this story, when
when God the Father sought a plan for the redemption of humanity, ഈ കഥയിൽ ഇങ്ങനെയാണ്, പിതാവായ ദൈവം മനുഷ്യന് വേണ്ടി വീണ്ടെടുപ്പിന്റെ പദ്ധതി തയ്യാറാക്കിയപ്പോൾ Jesus and Lucifer presented different proposals. മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പ്രപ്പോസൽസ്, അഭിപ്രായങ്ങളാണ് സാത്താനും ലൂസിഫറും യേശുക്രിസ്തുവും പിതാവിന്റെ മുമ്പിൽ വയ്ക്കുന്നത്. Jesus offered a plan based on free will and atonement. ഇനിയും യേശുക്രിസ്തു വീണ്ടെടുപ്പിന് വേണ്ടി ഒന്ന് ഫ്രീ വില്ലും മറ്റൊന്ന് അറ്റോൺമെന്റ് യാഗം, തൻ്റെ ഏകയാഗം. തൻ്റെ ഏകയാഗം, അതിൽ വിശ്വസിക്കുന്നവർ രക്ഷ, വിശ്വസിക്കാത്തവർക്കില്ല. അതാണ് ഫ്രീ വില്ല്. അപ്പൊ ഏകയാഗത്തിൽ കൂടെ അവൻ വിശ്വസിക്കുന്നവർക്ക് സൽഗുണ സമ്പൂർത്തി വരുത്തുന്നു എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ ഉപദേശം. ഇനി Lucifer proposed a plan of imposition, seeking his own glory. When rejected, ഇനി ലൂസിഫർ പറഞ്ഞു അങ്ങനല്ല, മര്യാദയ്ക്ക് അവനെയൊക്കെ അടിച്ച് ഇമ്പോസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആർക്കും ഫ്രീ വില്ല് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്റെ അധികാരം മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിച്ച് മനുഷ്യന്റെ കാൽ കീഴിട്ട് ചവിട്ടി മെതിക്കണം. ഇതായിരുന്നു ലൂസിഫറിന്റെ അഭിപ്രായം. ഇതിന് ദൈവം അംഗീകാരം കൊടുക്കാതിരുന്നപ്പോ Lucifer rebelled and was expelled from heaven along with those who followed him. ലൂസിഫർ ദൈവത്തോട് മത്സരിക്കുകയും തന്നോടൊപ്പം കുറെ ആളുകൾ കൂടുകയും സ്വർഗത്തിൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. ഇതാണ് മോർമനിസത്തിന്റെ പഠിപ്പീര്. Now, Mormon teaching profoundly contradicts biblical revelation about the identity of Jesus and Satan. യേശു ക്രിസ്തു ആരാണ്, സാത്താൻ ആരാണ്, ഇവരുടെ രണ്ടുപേരുടെ ഐഡന്റിറ്റിയെ പറ്റി വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു, അതിന് വിരുദ്ധമായിട്ടാണ് മോർമൻകാർ പഠിപ്പിക്കുന്നത്. Bible makes it clear that Jesus Christ is not a created spirit or a brother of Satan. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നത് യേശു ക്രിസ്തു സാത്താന്റെ സഹോദരനല്ല. രണ്ട്, സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവുമല്ല യേശു ക്രിസ്തു. He is eternal God without beginning or end. താൻ നിത്യ ദൈവം, ആദിയും അന്തവും ഇല്ലാത്തവൻ, The creator of all things. മാത്രമല്ല സകലത്തിന്റെയും സൃഷ്ടാവ്. The Gospel of John chapter 1 verse 1 to 3 says, "In the beginning was the Word, and the Word was with God, and the Word was God." യോഹന്നാൻ 1:1 പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. This was in the beginning with God. ഈ വചനം ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. Made through him, and without him was not anything made that was made. സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം തന്നിൽ കൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. തന്നിൽ കൂടെ അല്ലാതെ ഒരു സൃഷ്ടിയും നിലവിൽ വന്നിട്ടില്ല. Jesus is not a creature, but the eternal God who existed before creation. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു സൃഷ്ടിയല്ല, സകല സൃഷ്ടിക്ക് മുമ്പേ നിലവിലിരിക്കുന്ന നിത്യനായ ദൈവമാണ്. As God, he is superior to all created beings. ഇനി ദൈവം എന്ന നിലയ്ക്ക് സൃഷ്ടിക്കപ്പെട്ട സകല സൃഷ്ടികളെക്കാളും താൻ ഉന്നതനാണ്, including the angels. അപ്പൊ അവിടെ വരുമ്പം മാലാഖമാർ, ദൂതന്മാരൊക്കെ തന്റെ താഴെയാണ്. The Bible teaches that Satan was created as an angel, but വേദപുസ്തകം പഠിപ്പിക്കുന്നത് സാത്താനെ സൃഷ്ടിച്ചപ്പോൾ സാത്താൻ ദൂതനായിരുന്നു, മാലാഖയായിരുന്നു. rebelled against God and fell from grace. താന് ദൈവത്തോട് എതിർക്കുകയും കൃപയിൽ നിന്ന് വീണുപോവുകയും ചെയ്തു. Passages reveal that Satan was created as a perfect angelic being, but became വേദപുസ്തകം പഠിപ്പിക്കുന്നത് യാതൊരു കുറവുമില്ലാത്ത ഒരു മാലാഖയായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു സാത്താൻ. corrupt and rebelled against God. പക്ഷേ താൻ വഷളത്വം പ്രവർത്തിച്ചു, ദൈവത്തിനെതിരായിട്ട് മത്സരിച്ചു. Not a son of God in the spiritual sense. ഒരിക്കലും ഒരു ആത്മീയ അർത്ഥത്തിലും സാത്താൻ ദൈവപുത്രൻ അല്ല, A brother of Jesus. യേശുക്രിസ്തുവിന്റെ സഹോദരനുമല്ല. Strayed from his original purpose. മറിച്ച് ഏത് പേർപ്പസിൽ വേണ്ടിയാണോ അവനെ സൃഷ്ടിച്ചത്, ആ പേർപ്പസിലെ ഉദ്ദേശത്തിൽ നിന്ന് വീണുപോയ ആളാണ് സാത്താൻ. അതാണ് സാത്താൻ. The Mormon doctrine that Jesus and Satan are spirit brothers is a heresy that diminishes the divinity of Christ. ഇനി യേശു ക്രിസ്തുവും സാത്താനും ആത്മീയ സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വം എന്ന വലിയ കാര്യം അവിടെ ഇല്ലാതാകുകയാണ്, കുറഞ്ഞു പോവുകയാണ്, മാഞ്ഞു പോവുകയാണ്. മാത്രമല്ല വേദപുസ്തക സത്യത്തിൽ നിന്ന് അത് നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യാണ്, വഴിതെറ്റിച്ചു വിടുകയുമാണ്. Jesus is
not a created being, but the eternal and almighty God. യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയല്ല, നിത്യനായ സർവശക്തനായ ദൈവമാണ്. Satan, on the other hand, is merely a fallen angel ഈ who സാത്താനോ വീണുപോയ ഒരു ദൂതൻ. rebelled against his creator. കാരണം തന്റെ സൃഷ്ടാവിനെതിരായിട്ട് മത്സരിച്ചവനാണവൻ. Even Mormon teaching on this subject is to reject the true nature of Christ. ഇവിടെ മോർമൻ പഠിപ്പീരിന്റെ പ്രശ്നം യേശു ക്രിസ്തുവിന്റെ ശരിയായ സ്വഭാവം, ശരിയായ യേശു ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യുന്നതിന്, തള്ളിക്കളയുന്നതിന് അത് നമ്മൾ അറിയാതെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. Place it with a false view incompatible with the word of God. എന്നിട്ട് വിശുദ്ധ വേദപുസ്തകവുമായിട്ട് ചേർന്ന് വരാത്ത ഒരു തെറ്റായ പഠിപ്പീര് അത് നമ്മുടെ അകത്ത് കൊണ്ടുതരുന്നു. And third place, salvation depends on works. ഇനി മോർമൻ ടീച്ചിങ്ങിന്റെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് രക്ഷ പ്രവർത്തികൾ അധിഷ്ഠിതമായിരിക്കുന്നു എന്നുള്ളതാണ്. Mormonism teaches that salvation is not by faith alone, but മോർമനിസം പഠിപ്പിക്കുന്നത് രക്ഷ വിശ്വാസം കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, obeying the laws and ordinances of the Mormon Church. മറിച്ച് മോർമൻ ചർച്ചിന്റെ നിയമങ്ങളും അവരുടെ കൽപ്പനകളും അനുസരിക്കുക വേണം. എങ്കിൽ മാത്രമേ ആത്മരക്ഷ, നിത്യരക്ഷ സാധ്യമാകുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. However, salvation is by grace and faith in Christ. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും ദൈവത്തിന്റെ കൃപയാലും നമുക്ക് ലഭിക്കുന്നതാണെന്നാണ്. By works. In Ephesians chapter 2 verses 8 and 9 it says, എഫെസ്യർ 2:8-9 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, "For by grace you have been saved through നിങ്ങൾ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, faith, and that not of yourselves, it is the gift of God." അതും നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല, കൃപയെന്ന ദൈവത്തിന്റെ ദാനമാണ് അതിന് കാരണമായിരിക്കുന്നത്. So that no one may boast. അതുകൊണ്ട് ആർക്കും ഒരു പ്രശംസയും ആ കാര്യത്തിൽ വയ്ക്കുവാൻ കഴിയുന്നതല്ല. In fourth place, Mormon priesthood authority is essential to salvation. ഇനി Mormonism മോർമൻ സഭയുടെ അധികാരങ്ങളാണ് നാലാമത് രക്ഷയ്ക്ക് കാരണമാകുന്നതെന്ന് അവർ പറയുന്നത്. teaches that priesthood authority is essential to salvation. രക്ഷയ്ക്ക് അനിവാര്യമായ കാരണം പ്രീസ്റ്റ്ഹുഡ് അതോറിറ്റി, അതായത് പൗരോഹിത്യ അധികാരമാണ് എന്ന് അവർ പറയുന്നത്. According to its doctrine, there are two orders of the priesthood. അവരുടെ പഠിപ്പീരനുസരിച്ച് രണ്ട് ശാഖകളുണ്ട് ഈ പ്രീസ്റ്റ്ഹുഡിൻ്റെത്, പൗരോഹിത്യത്തിൻ്റെത്. The Aaronic priesthood, which grants the authority to perform baptisms and administer the Holy Supper. ഒന്നാമത്തത് അഹരോന്യ പൗരോഹിത്യമാണ്. അത് നിങ്ങൾ ആദ്യം അഹരോന്യ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുകളെ സ്നാനപ്പെടുത്തുന്നതിനും വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ നടത്തുന്നതിനുള്ള അധികാരം കിട്ടിക്കഴിഞ്ഞു. The Melchizedek priesthood, which enables Mormon leaders അടുത്തത് മൽക്കീസദേക്കിന്റെ പ്രീസ്റ്റ്ഹുഡാണ്. അത് മോർമൻ പ്രീസ്റ്റിന് എന്തിനുള്ള അധികാരം കൊടുക്കുന്നു? to confer the Holy Ghost, lead the church, and administer other ordinances essential to exaltation. in the മറ്റ് ഓർഡിനൻസിന്, അതായത് ആളുകളെ കൈവച്ച് പുരോഹിതന്മാരാക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് മേടിച്ച് കൊടുക്കുന്നത്, പിന്നെ സഭയുടെ ആധികാരികമായി ശുശ്രൂഷ ചെയ്യുന്നതിന് അതൊക്കെ മൽക്കീസദേക്കിന്റെ പ്രീസ്റ്റ്ഹുഡ്. ഈ രണ്ട് പ്രീസ്റ്റ്ഹുഡാണ് അവർ പഠിപ്പിക്കുന്നത്. Mormons believe this priesthood is necessary to administer the ordinances of salvation. രക്ഷയുടെ ഓർഡിനൻസ്, രക്ഷയ്ക്ക് ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യിക്കുന്നതിന് ഈ രണ്ട് പ്രീസ്റ്റ്ഹുഡ് ആവശ്യമാണ് എന്നതാണ് മോർമൻകാരുടെ പഠിപ്പീര്. Baptism, confirmation, and temple ceremonies. ബാപ്റ്റിസം, കൺഫർമേഷൻസ്, ടെമ്പിൾ സെറമണീസ്, ഇതൊക്കെ ചെയ്യുന്നതിന് ഈ രണ്ട് പ്രീസ്റ്റ്ഹുഡിന്റെ ആവശ്യമുണ്ട്. Furthermore, they teach that the priesthood was lost after the death of the apostles. മാത്രമല്ല അവർ പഠിപ്പിക്കുന്നത് അപ്പോസ്തലന്മാരുടെ മരണത്തിന് ശേഷം പൗരോഹിത്യം തീർന്നുപോയി, നഷ്ടമായി എന്നാണ്. Through Joseph Smith in the 19th century. അത് കഴിഞ്ഞ് 19ാം നൂറ്റാണ്ടിൽ ജോസഫ് സ്മിത്തിന് ദൈവം തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. Now, Mormon teaching on the priesthood contradicts biblical teaching in several fundamental respects. ഇനി അടിസ്ഥാനപരമായി അനേക കാര്യങ്ങളിലും പ്രീസ്റ്റ്ഹുഡിനെ പറ്റി, പൗരോഹിത്യത്തെ പറ്റിയുള്ള മോർമൻകാരുടെ ടീച്ചിങ്സ് വേദപുസ്തകത്തിന്റെ പഠിപ്പീരിന് എതിരാണ്. The
The Bible teaches that the Levitical priesthood was replaced by the priesthood of Christ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ലേവ്യ പൗരോഹിത്യം യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്താൽ നീങ്ങിപ്പോയി എന്നാണ്. Our only high priest and mediator before God. യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ മഹാപുരോഹിതനും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്ന ആളും. According to Hebrews chapter 7 verses 24 and 25. എബ്രായ ലേഖനം 7:24-25 അനുസരിച്ച് Jesus, as high priest according to the order of Melchizedek, fulfilled and perfected the priesthood. ഇനി യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വന്ന് അഹരോന്യ പൗരോഹിത്യത്തിൽ നിന്ന് സാധിക്കാൻ കഴിയാത്ത സകല കാര്യങ്ങളും സാധിപ്പിച്ചിട്ട് ആ പൗരോഹിത്യത്തിൽ നീക്കം വരുത്തി താൻ മഹാപുരോഹിതനായി ചുമതലയേറ്റെന്നാണ്. The need for an earthly priesthood to administer salvation. അങ്ങനെയാണ് ഇനിയും രക്ഷ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഭൂമിയിൽ ഇനി വേറൊരു പുരോഹിതന്റെ ആവശ്യമില്ല. The Bible makes it clear that salvation is not obtained through rituals administered by men. ഇനി മനുഷ്യന്റെ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ കൂടെ പുണ്യപ്രവർത്തികൾ കൂടെ മനുഷ്യന് നേടാൻ കഴിയുന്നതല്ല നിത്യരക്ഷ എന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠിപ്പീര്. മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് മനുഷ്യൻ രക്ഷ കിട്ടുന്നത്. രക്ഷയ്ക്ക് ഭൂമിയിലെ ഒരു പൗരോഹിത്യത്തിന്റെയും ആവശ്യം ഇല്ല. കാരണം തന്റെ ജനത്തിന് വേണ്ടി ക്രിസ്തു തന്നെ മധ്യസ്ഥത ചെയ്യുന്നു. ഇനി അതിനപ്പുറത്ത് വേറെ ഏത് മധ്യസ്ഥന്റെ ആവശ്യമാണ്? വിശുദ്ധ പുതിയ നിയമത്തിൽ പ്രീസ്റ്റ്ഹുഡ് പൗരോഹിത്യം എന്ന കൺസെപ്റ്റ് വളരെ അടിസ്ഥാനപരമായി തന്നെ മാറുകയാണ്. കാരണം ഏതെങ്കിലും പ്രത്യേക പുരോഹിതന്റെ ആവശ്യമില്ലാതെ സകല മനുഷ്യർക്കും ദൈവവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. In 1 Peter chapter 2 verse 5 it says, "You also as living stones." നോക്കിയേ, 1 പത്രോസ് 2:5 പറയുന്നത്, നിങ്ങളും ജീവനുള്ള കല്ലുകളായി യേശുക്രിസ്തു എന്ന പുരോഹിതന്റെ അടുത്ത് വന്നിട്ട്, മനസ്സിലായോ, നിങ്ങളും യേശുക്രിസ്തു എന്ന ഈ കോർണർ സ്റ്റോണിന്റെ അടുത്ത് വന്നിട്ട് ജീവനുള്ള കല്ലുകളായി അവനോട് ചേർന്ന് പണിയപ്പെടുന്നു എന്നാണ്. Are being built up a spiritual house, a holy priesthood, to offer up spiritual sacrifices acceptable to God through Jesus Christ. യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതായ ഒരു വിശുദ്ധ പൗരോഹിത്യ വർഗമായിട്ട് രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമെന്ന നിലയ്ക്ക് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടുക. അതിനിടയ്ക്ക് നിങ്ങൾക്ക് കർത്താവിന് ഇടയ്ക്ക് വേറെ ഒരു പുരോഹിതനും ഇല്ല. Mormonism, by insisting on an exclusive priesthood as a requirement for salvation, രക്ഷയ്ക്ക് വേറെ മോർമന്മാരുടെ പൗരോഹിത്യം ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ എന്ന് മോർമന്മാർ പഠിപ്പിക്കുമ്പോൾ denies the sufficiency of Christ's sacrifice. യേശുക്രിസ്തുവിന്റെ ഏകയാഗം അത് സഫീഷ്യന്റ് ആണ്, അതിനപ്പുറം വേറൊന്നും ആവശ്യമില്ല എന്നുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിസ്തുല്യമായ പഠിപ്പീരിനെയാണ് അവർ തൃണവൽഗണിച്ച് കളയുന്നത്. കാരണം ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെക്കാൾ വലിയ ഒരു ഹ്യൂമൻ ഹൈറാർക്കി ഉണ്ട് എന്നവർ പറയുന്നതിന് വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇനിയും അവരുടെ അഞ്ചാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നു എന്നുള്ളതാണ്. Mormonism teaches that people can be baptized on behalf of the dead to give them a second chance at salvation. നോക്കി, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ സ്നാനമേറ്റ് രക്ഷയ്ക്ക് അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൂടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് മോർമൻകാരുടെ പഠിപ്പീര്. The Bible answers and refutes this false teaching. വേദപുസ്തകം ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ്. There's no second chance after death. മരിച്ചു കഴിഞ്ഞ് ഒരു സെക്കൻഡ് ചാൻസ് ഒരുത്തനും കിട്ടത്തില്ല. In Hebrews chapter 9 verse 27 it says, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, "And just as it is appointed for men to die once, and after this the judgment." ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുള്ളൂ. അതിനിടയ്ക്ക് സെക്കൻഡ് ചാൻസും മാനസാന്തരവും ഒന്നും ഒരുത്തർക്കും ഇല്ല. സകല മനുഷ്യർക്കും നിയോഗിക്കുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എന്നുള്ളതാണ്.
Finally, the Book of Mormon, a false gospel. ഇനി അവസാനമായി ബുക്ക് ഓഫ് മോർമൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ സുവിശേഷമാണ്. Mormons believe the Bible is incomplete and that the കാരണം അവർ വിശ്വസിക്കുന്നത് വേദപുസ്തകം അപൂർണമാണ്, പൂർണ്ണമല്ല എന്നാണ്. Bible is another testament of Jesus Christ. അവർ പറയുന്നത് മോർമൻ പുസ്തകം, മോർമനിസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വേറൊരു സാക്ഷ്യമാണെന്നാണ്. Jesus visited America after his resurrection. ഈ പുസ്തകം അനുസരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു അമേരിക്കയിൽ പോയി. ആരാ വിസ കൊടുത്തെന്ന് എന്നോട് ചോദിക്കരുത്. And preached to the ancient inhabitants of the continent. ആ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പുരാതന മനുഷ്യരോട് യേശു ക്രിസ്തു സംസാരിച്ചു. However, there is no archaeological, linguistic, or historical evidence. പക്ഷെ ഈ പറഞ്ഞതിന് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇല്ല, ലിംഗ്വിസ്റ്റിക്സിലും എവിഡൻസ് ഇല്ല, ചരിത്രത്തിലും തെളിവില്ല. Stories. In fact, it contains many doctrinal errors, contradictions, and changes over the years. വാസ്തവത്തിൽ ധാരാളം ഉപദേശപരമായ തെറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു മതമാണിത്. More importantly, the Bible clearly warns that anyone who preaches a different gospel is cursed. വേദപുസ്തകം പറയുന്നത് ഞങ്ങൾ പഠിപ്പിച്ചതിന് വിരോധമായി വേറൊരാൾ സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. Are under a curse. അതുകൊണ്ട് തന്നെ മോർമൻസ് ശപിക്കപ്പെട്ടവരാണ്. Say so, but because the Bible itself says so. എന്തുകൊണ്ട്? വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയുന്നു എന്നുള്ളതുകൊണ്ട്. Warns that not even an angel from heaven has the authority to change the gospel of Christ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മാറ്റി പറയാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതന് പോലും അധികാരമില്ല. This is key because Joseph Smith said he received his message from the angel Moroni. കാരണം ഇവിടെ ജോസഫ് സ്മിത്ത് പറയുന്നത് മെറോണി എന്ന മാലാഖയിൽ നിന്ന് താൻ ഗോസ്പൽ സ്വീകരിച്ചു എന്നാണ്. According to scripture, this is a serious sign of deception. കാരണം വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഇത് വളരെ ഗൗരവകരമായ ഒരു വഞ്ചനയാണ്. Thus, Mormonism appears Christian on the surface, but when its doctrine is examined, it becomes clear that it preaches a different gospel than that of അപ്പോ സർഫസിൽ, ഉപരിതലത്തിൽ ക്രിസ്ത്യനാണ് എന്ന് തോന്നും മോർമനിസം നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ ആഴത്തിൽ പഠിച്ചാൽ വേദപുസ്തകത്തിന് തീർത്തും വിരുദ്ധമായ വൈരുദ്ധ്യമായ ഒരു മതമാണിത്. Although they use the Bible, their teachings contradict scripture on fundamental issues. അവർ വേദപുസ്തകമാണ് ഉപയോഗിക്കുന്നതെങ്കിലും അടിസ്ഥാനപരമായി വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠിപ്പീരുകൾക്ക് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്, വൈരുദ്ധ്യം തരുന്നതാണ് അവരുടെ പഠിപ്പീരുകൾ. Such as the nature of God, the identity of Christ, അതായത് ദൈവത്തിന്റെ സ്വഭാവം, യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം, and the path of salvation. അതുപോലെ രക്ഷയുടെ വഴി. For this reason, it is vital to know the word of God and stand firm in the faith. So അതുകൊണ്ട് നാം ദൈവവചനം മനസ്സിലാക്കി വചനത്തിൽ നിലനിൽക്കുകയും ഈ ദുരുപദേശത്തെ, പ്രസ്ഥാനത്തെ എതിർക്കുകയും ചെയ്യണം. be deceived by false gospels that only lead to destruction. ഇത് തെറ്റായ ഗോസ്പലാണ്, അത് നാശത്തിലേക്ക് മാത്രമേ വഴി തെളിക്കുന്നുള്ളൂ.